നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ അമര. മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഞാൻ പുതുതായിട്ട് എഴുതിയ പുസ്തകമാണ് മഹാത്മാ അയ്യങ്കാളിയുടെ 10 BA. ഇതെൻ്റെ 5ാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് എത്ര നാളുകൊണ്ടാണ് എഴുതി തീർത്തുള്ളത്? ഇതൊരു 3-4 മാസത്തിനകം. ഇത് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് എന്താണ്? പ്രതിപാദിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട സമരങ്ങളെ നമ്മൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന പുസ്തകമാണിത്. അതായത് കാർഷിക സമരം, അയ്യങ്കാളിയുടെ വില്ലുവണ്ടി വിപ്ലവം, കല്ലുമാല ബഹിഷ്കരണ സമരം, പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം തുടങ്ങിയ പ്രധാനപ്പെട്ട സമരങ്ങളെ ഈ പുസ്തകത്തിൽ ആഴത്തിൽ പരിശോധിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത. അയ്യങ്കാളിയെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെ ഒരു അന്തസത്ത എന്താണ് എന്ന് ആഴത്തിൽ പഠിച്ച് അപഗ്രഥിക്കാനുള്ള ശ്രമമാണ് ഈ പുസ്തകം നടത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ ഇന്നോളം അയ്യങ്കാളിയും ഡോക്ടർ BR അംബേദ്കറെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പഠനം വന്നിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ BR അംബേദ്കറും ഒരു താരതമ്യ പഠനം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് സാധാരണ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായം നവോത്ഥാന പ്രതിനായകന്മാർ എന്നതാണ്. അതായത് നവോത്ഥാന നായകന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നവോത്ഥാനത്തിൽ പ്രതിനായകന്മാരും ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിച്ച, നവോത്ഥാനത്തിന് വിഘാതം സൃഷ്ടിച്ച, നവോത്ഥാനത്തിലെ പ്രതിനായക പദം അലങ്കരിച്ച ആളുകളെക്കുറിച്ചുള്ളൊരു പഠനവും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ പേര് ജയരാജാണ്.